സൂര്യപ്രകാശം കണ്ണിലടിക്കുമ്പോഴാണ് ചിത്ര അസ്വസ്ഥതയോടെ കണ്ണു തുറക്കുന്നത്. 5 മണിക്ക് എഴുന്നേൽക്കുന്ന താന് ഇത്ര നേരം ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൾ ബെഡിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. എന്നാൽ അവളിൽ നിന്ന് നിലത്തേക്ക് വീണ പുതപ്പ് താൻ പൂർണ്ണ നഗ്നിയാണെന്ന് മനസ്സിലാക്കി കൊടുത്തതും ചിത്ര വേഗം അതെടുത്ത് തന്നോട് ചേർത്ത് പിടിച്ചു. തലേ ദിവസത്തെ അഭിയുമൊത്തുള്ള സുന്ദര നിമിഷങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നതും ആ കവിളുകൾ വീണ്ടും ചുവപ്പണിഞ്ഞു. പെട്ടെന്ന് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും ചിത്രയുടെ ശ്രദ്ധ അവിടേക്ക് പോയി. ഒരു സ്ലീവ്ലെസ് ടീഷർട്ടും ട്രാക്ക് പാൻസും ധരിച്ചു വരുന്നവനിൽ അവളുടെ മിഴികൾ ഉടക്കിയതും പെട്ടെന്ന് തന്നെ അവനിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു അവൾ. അവൻ്റെ മുഖത്ത് നോക്കാൻ വല്ലാത്ത ജാള്യത തോന്നി അവൾക്ക്. എന്നാൽ അത് തൻ്റെ ചൊടികളിൽ വിരിഞ്ഞ പുഞ്ചിരി മറച്ച് തൻ്റെ കയ്യിലുള്ള ചായക്കപ്പ് അവൾക്ക് നേരെ നീട്ടിയിരുന്നു അവൻ. ചായ? പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ ഒന്ന് പകച്ചുപോയവൾ അവനെ നോക്കിയതും ഒരു ചെറുചിരിയോടെ തൻ്റെ കയ്യിലുള്ള ചായക്കപ്പ് അവളുടെ അടുത്തുള്ള ടേബിളിൽ വെച്ചിരുന്നു അവൻ. ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല. അവൻ്റെ മുഖത്ത് നോക്കാതെ അത് പറയുമ്പോൾ ഇത്ര വൈകി എഴുന്നേറ്റതിനേക്കാൾ ചളിപ്പ് താനിപ്പോഴും ആ പുതപ്പിൻ്റെ മറവിൽ നഗ്നയാണെന്ന് തിരിച്ചറിവിലായിരുന്നു. എന്നവാ ചെയ്യാം എന്ന് പറയുന്നതിൻ്റെ കൂടെ സെക്കൻഡുകൾക്കുള്ളിൽ അവളെ എടുത്ത് ബാത്റൂമിലേക്ക് കയറിയിരുന്നു അവൻ. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അനങ്ങാതെ ആ കൈകളിൽ കിടന്നിരുന്നു അവൾ. എന്നാൽ അവളെ ബാത്റൂമിലാക്കി ഹീറ്റർ ഓൺ ചെയ്ത് അവൾക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം നിറച്ച് പുറത്തേക്ക് പോയവൻ അവൾക്ക് കുളിച്ചു മാറാനുള്ള ഡ്രസ്സുമായി പുറത്തേക്ക് വന്നത്. അവൻ്റെ ഓരോ പ്രവൃത്തിയും ചിത്രയ്ക്ക് പുതിയതായിരുന്നു. ഇന്നലെ വരെ കണ്ട അഭിയേക്കാൾ ഇന്ന് അവൻ ഒരുപാട് മാറ്റമുള്ളതുപോലെ. ഇന്നലെ വരെ ഗൗരവക്കാരനായ തൻ്റെ ബോസിനേക്കാൾ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന അത്ര സ്നേഹം കരുതലും വാരിക്കോരി തരുന്ന അവളുടെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിലേക്കുള്ള അവൻ്റെ മാറ്റം അവളെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തി. ഇതുവരെ തനിക്ക് കിട്ടാത്ത കരുതലും പരിഗണനയും തരുന്നവനെ അവൾ നന്ദിയോടെ ആരാധനയോടെ ഓർത്തു. ആ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഹോസ്പിറ്റലിലെ റൂം നമ്പർ 443 കണ്ണുകളടച്ച് കിടക്കുകയാണ് രവിവർമ്മ. പക്ഷേ അയാൾ അസ്വസ്ഥനാണെന്ന് അയാളുടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണമണികൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അച്ഛാ! തൻ്റെ മുൻപിലിരിക്കുന്ന സൂര്യദേവിൻ്റെ ശബ്ദം കേട്ടതും അദ്ദേഹം അയാളെ ഒന്ന് നോക്കി. ശ്രീമോളി നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല. ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ അവൾ ജലപാനം ചെയ്യില്ലെന്ന് ശാഠ്യം പിടിച്ചിരിക്കുകയാ. അച്ഛനാണ് അവൾക്ക് ആഗ്രഹം പ്രതീക്ഷയും കൊടുത്തത്. അന്നൊക്കെ ഞാൻ പോലും അച്ഛനെ എതിർത്തതാ. എന്നിട്ടും അച്ഛനാണ് അവൾക്ക് ആഗ്രഹം കൊടുത്തത്. ഇപ്പം എൻ്റെ കുഞ്ഞ്. ദേഷ്യവും സങ്കടവും കലർന്ന ഭാവത്തിൽ തൻ്റെ അച്ഛനോട് കയർക്കുമ്പോൾ സൂര്യദേവിൻ്റെ മനസ്സിൽ ആ സമയത്ത് മുൻതൂക്കം തൻ്റെ മകളുടെ ആഗ്രഹം സാധിക്കുന്നതിലും അതിലൂടെ തന്നിൽ എത്തിച്ചേരാൻ പോകുന്ന സ്വത്തുക്കളിലുമായിരുന്നു. എന്നാൽ ഇതെല്ലാം തീയിട്ട് തൻ്റെ ഉള്ളിൽ ടെൻഷനും ആദിയും വന്നു നിറയുന്നത് രവിവർമ്മ അറിയുന്നുണ്ടായിരുന്നു. അയാളുടെ ഉള്ളിൽ ശ്രീയുടെ മുഖം തെളിഞ്ഞു വന്നു. അവൾക്ക് കൊടുത്ത വാക്കും മരിക്കുന്നതിന് മുൻപ് തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത വാക്കും അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അച്ഛനാണെല്ലാം വരുത്തി വെച്ചത്. ഇപ്പം എൻ്റെ കുഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ്. എനിക്കിപ്പോൾ പേടിയാകുക അവളെ എനിക്ക് നഷ്ടപ്പെടുവോ എന്ന്. അഭിയെ സ്വന്തമാക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖത്തിൽ അവൾ നാളെ വല്ല അവിവേകം കാണിച്ച പൂർണ്ണമായും അതിനുത്തരവാദി അച്ഛൻ തന്നെയായിരിക്കും. സ്വന്തം അച്ഛന് പോലും നോക്കാതെ വിഷം തുപ്പുന്ന വാക്കുകളോടുകൂടി സൂര്യനിരിക്കുന്ന ചെയറിൽ നിന്ന് എണീറ്റു. അതേ ദേഷ്യത്തോടെ കഥ തുറന്ന് പുറത്തേക്ക് പോയതും അതുവരെ കണ്ണുകൾ അടച്ചു കിടന്ന രവിവർമ്മ തൻ്റെ കണ്ണു തുറന്നു. അവ ചുവന്ന് കലങ്ങിയിരുന്നു. കുളിച്ച് പുറത്തേക്ക് വന്ന ചിത്രയെ കാത്ത് 2 കപ്പ് ചായയുമായി അവൻ സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു. കൂടെ അവൻ്റെ കയ്യിൽ ലാപ്പുമുണ്ട്. അതിലാണ് മുഴുവൻ ശ്രദ്ധയും. പെട്ടെന്ന് തൻ്റെ മുൻപിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി അഭി തല ഉയർത്തി നോക്കിയതും അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് തനിക്കരികിൽ നിൽക്കുന്ന ചിത്രയിലാണ്. ഉടനെ കുടിക്ക് എന്ന് പറഞ്ഞൊരു ചായക്കപ്പ് അവൾക്ക് നേരെ നീട്ടിയിരുന്നു അവൻ. അവനിൽ നിന്ന് കപ്പ് വാങ്ങി തൊട്ടടുത്ത് സോഫയിലിരിക്കുമ്പോൾ അവനോട് എങ്ങനെ ചോദിക്കുമെന്ന് സംശയത്തിലായിരുന്നു അവൾ. ചിത്രയ്ക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മറ്റെങ്ങോ നോക്കി കപ്പം പിടിച്ചിരിക്കുന്നവളെ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായിരുന്നു അവന്. എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകുമോ? പോകാം, റെഡിയാകുക. അല്പം മടിയോടുകൂടി അവനോട് അത് ചോദിക്കുമ്പോൾ അവൻ്റെ മറുപടി എന്തായിരിക്കുമെന്നറിയാൻ അവൾക്ക് അതിയായ ആകാംക്ഷയുണ്ടായിരുന്നു.
കാരണം ഈ വീട്ടിൽ ആരും തുറക്കാതെ വെച്ചിരുന്ന പൂജാമുറിയിൽ പൊടി പിടിച്ച് കിടക്കുന്ന ദൈവത്തിൻ്റെ ചിത്രങ്ങളല്ലാതെ അവയെ അവൻ നോക്കുന്നത് പോലും ചിത്ര കണ്ടിട്ടില്ല. എന്നാൽ അവളുടെ ചോദ്യത്തിൽ ലാപ്പ് ബെഡിലേക്ക് വെച്ച് ചിത്രയെ ഒന്ന് നോക്കി അവൻ. പോകാം, റെഡിയാകുക. പിന്നെയും 2 സെക്കൻഡ് എന്തോ ചിന്തിച്ച് നിൽക്കുന്ന അവനെ അവൾ മിഴിച്ചു നോക്കി. ഒട്ടും പ്രതീക്ഷയില്ലാതെ ചോദിച്ചതാണ്. ചേഞ്ച് ചെയ്യ്, പോകാം എന്ന് പറഞ്ഞ അബി എഴുന്നേറ്റതും ചിത്ര അവനെ മിഴിച്ചു നോക്കി. ഇത്ര പെട്ടെന്നോ? ചോദിക്കുന്നതിൻ്റെ കൂടെ അവളും എഴുന്നേറ്റിരുന്നു. എന്താ? അവളുടെ പെരുമാറ്റത്തിനൊന്ന് മുഖം ചുളിച്ച് അബി ചോദിച്ചതും ചിത്ര ഒന്ന് പരുങ്ങി. അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല, പുറത്തുനിന്ന് കഴിക്കാം എന്ന് പറയുന്നതിൻ്റെ കൂടെ അബി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിരുന്നു. ചിത്ര വേഗം തൻ്റെ കബോർഡ് തുറന്ന് അതിലടുക്കി വെച്ചിരിക്കുന്ന തൻ്റെ സെറ്റ് സാരി എടുത്ത് പുറത്ത് വെച്ചിരുന്നു. അതിനോട് മാച്ചായ ഒരു റെഡ് കളർ ബ്ലൗസും എടുത്ത് അവൾ റെഡിയായി. ഇതുവരെ ആരും അറിയാതെ മുടിക്കുള്ളിൽ തൊട്ട സിന്ദൂരം ഇന്നെല്ലാവരും കാണാനെന്ന പോലെ നെറ്റിയിൽ നീട്ടി വരച്ചു തൊടുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി അവൾക്ക്. സിന്ദൂരത്തിന് താഴെ ഒരു ചെറിയ ചുവന്ന പൊട്ടുമിട്ടു. ചുണ്ടിലൊരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും ഇട്ട് റെഡിയായി നിൽക്കുമ്പോൾ ഇതുവരെ തോന്നാത്തൊരു സൗന്ദര്യം ആത്മവിശ്വാസവും തോന്നി അവൾക്ക്. അതേസമയം തന്നെ റെഡിയായി പുറത്തേക്ക് വന്ന അബിയുടെ കണ്ണുകൾ ഒരു വേള അവളിൽ തറഞ്ഞു നിന്നു. ഇന്നലെ വരെ തോന്നാത്ത എന്തോ ഒരു സൗന്ദര്യം അവൾക്കുള്ളതുപോലെ ആ കണ്ണുകളൊന്ന് വിടർന്നു. പോകാം. പുറകിൽ നിന്ന് അവൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ചിത്ര തിരിഞ്ഞു നോക്കുന്നത്. ഒരു റെഡ് കളർ ഷർട്ടും അതിനു മേച്ചായ ഒരു കളർ ജീൻസുമാകുന്നു അവൻ്റെ വേഷം. പതിവ് പോലെ ആ ഭംഗിയുള്ള മുടി മുന്നോട്ട് വീണ് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റി ചിത്ര ഒന്ന് മൂളിയതും അവൻ അവളുടെ അടുത്തേക്ക് പോയിരുന്നു. പെട്ടെന്ന് താലി സാരിക്കിടയിൽ നിന്ന് പുറത്തേക്കിടുന്ന തിരക്കിലായിരുന്ന ചിത്ര തിരിഞ്ഞു നോക്കിയതും ചെന്നിടിച്ചത് അബിയുടെ വിരിഞ്ഞ നെഞ്ചിലേക്കാണ്. തൻ്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുന്ന അബിയെ കണ്ടപ്പോൾ ചിത്രയ്ക്ക് തൻ്റെ ഉള്ളം തുടിക്കുന്നത് പോലെ തോന്നി. എന്നാൽ അടുത്ത നിമിഷം അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു അവൻ. ചിത്ര ഒന്ന് വിറച്ചുപോയി ആ നിമിഷം. അടുത്ത നിമിഷം അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നിരുന്നു. അവിടെ ചുംബിച്ച് നുണയുന്ന അവൻ്റെ പ്രവൃത്തി അവളെ വല്ലാതെ തളർത്തി. അവളുടെ കഴുത്തിനെ അവൻ ചുംബിച്ചും കടിച്ചും നുണഞ്ഞുകൊണ്ടിരുന്നു. എന്തോ വല്ലാത്തൊരനുഭൂതി അവനെ വീണ്ടും പൊതിഞ്ഞു. എന്നാൽ അവനിലെ പുരുഷനെ ഉണർത്തുന്നതിന് മുൻപ് അവളുടെ കഴുത്തിൽ ചുംബിച്ച് നുണഞ്ഞതിന് ശേഷം അബി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ഇന്നലെ ഒരുപാട് വേദനിച്ചോ? കാറ്റ് പോലെ അവളുടെ കാതിൽ ചോദിക്കുമ്പോൾ അവളുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു. അവൻ്റെ മുഖത്ത് നോക്കാതെ തല താഴ്ത്തി നിൽക്കുന്ന അവളുടെ താടിയിൽ പിടിച്ച് പതിയെ ആ മുഖം ഉയർത്തി അവൻ. അവൻ്റെ ഓരോ സ്പർശനത്തിലും അവൾ പുളഞ്ഞുപോയി. ഇതേ സമയം അവളുടെ ഓരോ ഭാവങ്ങളും ആസ്വദിക്കുകയായിരുന്നു അവൻ. അവൻ്റെ ഗൗരവം നിറഞ്ഞു നിൽക്കുന്ന മുഖത്ത് ആ കണ്ണുകൾ മാത്രം തിളങ്ങി നിന്നു. ചുണ്ടിലൊരു നറു പുഞ്ചിരി വിരിഞ്ഞു. അവൾക്ക് വേണ്ടി മാത്രം വശ്യമായൊരു പുഞ്ചിരി. അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് ആ നെറ്റിയിൽ ചുണ്ടമർത്തുമ്പോൾ ആ ചുംബനത്തിൽ നിറഞ്ഞു നിന്നത് മുഴുവൻ അവളോടുള്ള പ്രണയമായിരുന്നു. അടങ്ങാത്ത പ്രണയം. ഇന്നോളം അഭിമന്യു ആർക്ക് വേണ്ടിയും പകുത്തു നിൽക്കാത്ത അവൻ്റെ മുഴുവൻ പ്രണയവും സ്നേഹവുമെല്ലാം ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. കണ്ണുകളടച്ച് അവൻ്റെ പ്രണയം ഒരു ചുംബനത്തിലൂടെ സ്വീകരിക്കുമ്പോൾ അവളുടെ മനസ്സും കണ്ണും സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവനെ തനിക്ക് തന്നെ ദൈവങ്ങളോട് മനസ്സുകൊണ്ടൊരായിരം നന്ദി പറഞ്ഞു ആ നിമിഷം അവൾ. ആ നിമിഷം തന്നെ അബി അവളുടെ ആദരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. അവളുടെ മേൽചുണ്ടിനെയും കിഴിച്ചുണ്ടിനെയും അവൻ കടിച്ചു നുണഞ്ഞു. അവളുടെ ആദരങ്ങളുടെ മൃദുലതയിൽ അവൻ അലിഞ്ഞു ചേർന്നു. ആ സമയം അവൻ്റെ മനസ്സിൽ ഇന്നലെ അവളിലേക്ക് അലിഞ്ഞു ചേർന്നതാണ് ഓർമ്മ വന്നത്. എന്തോ അത് മനസ്സിലേക്ക് വരും തോറും അവളുടെ ആദരങ്ങളിൽ അവൻ വന്യമായി ചുംബിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ശരീരം ചൂട് പിടിക്കുന്നത് പോലെ തോന്നി അവന്. പെട്ടെന്നാണ് പോക്കറ്റിൽ കിടക്കുന്ന അബിയുടെ ഫോൺ ഉച്ചത്തിൽ ശബ്ദിച്ചതും മനസ്സില്ലാ മനസ്സോടെ അവളിൽ നിന്ന് അടർന്നു മാറി ബാൽക്കണിയിലേക്ക് പോയി അവൻ ആ കോളെടുത്തു. മറുത്തൊന്നും പറയാതെ മറുപുറത്ത് നിന്ന് സംസാരിക്കുന്ന ആൾ പറയുന്നത് മുഴുവൻ കേട്ടതിനു ശേഷം ഒന്നും പറയാതെ അവൻ കോള് കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് വെച്ചു. പോകാം. തിരികെ വന്ന് ചിത്രയോടത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിലും മുഖത്തും ഗൗരവം എടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചു മുൻപ് താൻ കണ്ട ഭർത്താവല്ല ഇത് എന്ന് തോന്നിപ്പോയി ചിത്രയ്ക്ക്. എന്ന് മൂളുന്നതിൻ്റെ കൂടെ അവൻ്റെ കൂടെ പുറത്തേക്ക് അവളും നടന്നിരുന്നു.
വീട് ലോക്ക് ചെയ്ത് ചിത്ര വരുമ്പോഴേക്കും അഭി കാറ് സ്റ്റാർട്ട് ചെയ്ത് റെഡിയായി ഇരിക്കുന്നുണ്ടായിരുന്നു. അവളും കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നതും അഭിയുടെ കാറ് മുന്നോട്ട് പോയി. യാത്രയിലുടനീളം ഒന്നും സംസാരിക്കാതെ ഗൗരവത്തിൽ എന്തോ ചിന്തിച്ചുകൊണ്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുന്ന അഭിയെ തന്നെ ചിത്ര നോക്കി നിന്നു. സത്യത്തിൽ ഇപ്പോഴും അഭിയെക്കുറിച്ച് തനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ. ചിലപ്പോൾ സ്നേഹവും വാത്സല്യവും പ്രണയവും കൊണ്ട് മൂടുന്ന ഭർത്താവ്, മറ്റു ചിലപ്പോൾ മുരടനും കർക്കശക്കാരനുമായ ആ പഴയ ബോസ്. പെട്ടെന്ന് അഭിയുടെ കാർ അമ്പലത്തിന് മുൻപിൽ ബ്രേക്കിട്ട് നിന്നപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നുണർന്നതുപോലും. കണ്ണു തുറന്നു നോക്കിയ ചിത്ര തൻ്റെ മുൻപിലുള്ള ആ പഴയ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നോക്കി നിന്നുപോയി. കല്ലുകൊണ്ട് പണിത പഴയ അമ്പലം. അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. പുറത്തേക്ക് വരാതെ ഫോണിൽ നോക്കിയിരിക്കുന്നവനെ കണ്ടപ്പോൾ തന്നെ അവൻ അമ്പലത്തിലേക്ക് വരുന്നില്ലെന്ന് അവൾക്ക് ഉറപ്പായി. വരുന്നില്ലേ? പതിഞ്ഞ ശബ്ദത്തിൽ അവനോട് ചോദിക്കുമ്പോൾ അവൻ വരില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷെ ഒന്നിച്ച് ഭഗവാന്റെ മുന്നിൽ പോയി നന്ദി പറയണമെന്നായിരുന്നു അവൾക്ക്. ഇല്ല, എനിക്കിതിലൊന്നും വിശ്വാസമില്ല, നീ പോയിട്ട് വാ. ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെയാണ് അവൻ അവളോട് സംസാരിക്കുന്നത്. അത് കേൾക്കെ ചിത്രയുടെ മുഖമൊന്ന് വാടി. മനുവേട്ട, എനിക്ക് വേണ്ടി ഈ ഒരു പ്രാവശ്യം മാത്രം. അവൻ്റെ വലത്തെ കൈ പൊതിഞ്ഞു പിടിച്ച് വളരെ താഴ്ന്ന ശബ്ദത്തിൽ ചോദിക്കുമ്പോൾ അവൻ മനസ്സ് മാറി വരണമെന്നായിരുന്നു അവളുടെ ഉള്ളിൽ. എന്നാൽ ഇതേ സമയം അവളുടെ നാവിൽ നിന്ന് അവനെ വിളിച്ച പേരിലായിരുന്നു അവൻ കുടുങ്ങിക്കിടന്നത്. എന്തോ വല്ലാത്തൊരിഷ്ടം ആ പേരിനോട് അവൻക്ക് തോന്നി. ഇതുവരെ അവൾ അവനെ സാറെന്ന് മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. ആദ്യമായാണ് മനുവേട്ട എന്ന് വിളിക്കുന്നത്. അവൻ ശ്വാസമെന്നെടുത്തതിന് ശേഷം കാറിന് പുറത്തേക്കിടങ്ങി. അവന് പുറകെ വിടർന്ന മുഖത്തോടെ അവളും ഇറങ്ങി. ഈ ഒരു പ്രാവശ്യത്തേക്ക് വരാം, ഇനി എന്നെ വിളിക്കരുത്. അത് പറഞ്ഞ് പടവുകൾ കയറുന്നവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവളും പുറകെ നടന്നു. പടവുകൾ കയറിയ വലിയ മഹാദേവ പ്രതിഷ്ഠയുടെ മുൻപിൽ അവർ നിന്നതും കൈകൾ കൂപ്പിയ മഹാദേവനോട് തൻ്റെ പ്രണയം തനിക്ക് നൽകിയതിന് ഉള്ളു തുറന്ന് അവൾ നന്ദി പറഞ്ഞു. ഇടക്കബിയിലേക്ക് അവളുടെ ശ്രദ്ധ പോയതും കാണുന്നത് കൈകൾ രണ്ടും മാറിൽ പിണച്ചുകെട്ടി പ്രതിഷ്ഠയിലേക്ക് നോക്കി നിൽക്കുന്നവനെയാണ്. അവൻ്റെ ഈ വിചിത്ര രീതി കാരണം എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് പോയി. എന്നാൽ അതൊന്നും അവനെ ബാധിക്കുന്നില്ലെന്ന് ആ നിൽപ്പ് കണ്ടാൽ അറിയാം. അവനോടൊന്ന് കൈകൂപ്പി നിൽക്കാൻ പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അത് പറഞ്ഞാൽ അവൻ ദേഷ്യപ്പെട്ടു പോകുമെന്ന് തോന്നിയതുകൊണ്ട് അവളൊന്നും മിണ്ടിയില്ല. പെട്ടെന്നാണ് അബിയുടെ പോക്കറ്റിലുള്ള ഫോൺ വീണ്ടും റിങ് ചെയ്തത്. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് തിരക്കിട്ട് പുറത്തേക്ക് പോകുന്നവനെ ഒന്ന് നോക്കി അവൾ കണ്ണുകൾ അടച്ചു നിന്നു. സത്യത്തിൽ അപ്പോഴെല്ലാം മനസ്സ് നിറയെ അവനാണ്, തൻ്റെ മനുവേട്ടൻ. തനിക്ക് സ്വന്തമെന്ന് പറയാൻ ഈ ലോകത്താകെ ഉള്ളത് അദ്ദേഹം മാത്രമാണ്. ആ നല്ല മനുഷ്യൻ ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണേ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. അതിലുപരി കുപ്പയിൽ കിടന്ന് തനിക്ക് നല്ലൊരു ജീവിതം വെച്ച് നീട്ടിയ ആ ദൈവത്തിനോട് നന്ദിയും പറഞ്ഞു. പ്രാർത്ഥിച്ചു പുറത്തേക്ക് വരുമ്പോൾ അമ്പലത്തിൻ്റെ പരിസരം മുഴുവൻ അവളുടെ കണ്ണുകൾ അവനെ തിരഞ്ഞു. എന്നാൽ അവിടെയൊന്നും അഭി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, കല്ലുപടവുകൾ താഴെ കാറിനടുത്ത് അവൻ ഫോൺ നോക്കി നിൽക്കുന്നത് കാണുകയും ചെയ്തു. അവനോട് ആ പ്രവൃത്തിയിൽ ചെറിയ പരിഭവം തോന്നിയെങ്കിലും ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി താൻ വിളിച്ചതിൻ്റെ പേരിൽ അവൻ വന്നല്ലോ എന്നോർക്കെ ഇവിടം വരെ വന്ന അവനോട് ചെറിയ കാര്യത്തിൻ്റെ പേരിൽ വഴക്കിടാൻ അവൾക്ക് തോന്നിയില്ല. തിരക്കിട്ട് പടവുകൾ ഓടിയിറങ്ങി അവൻ്റെ അടുത്തേക്ക് പോയി. പെട്ടെന്ന് തൻ്റെ മുൻപിൽ ആരോ വന്നു നിൽക്കുന്നെന്ന് മനസ്സിലായതും ഫോൺ മാറ്റി അവൻ അവളെ തല ഉയർത്തി നോക്കി. തൻ്റെ മുന്നിൽ പ്രസാദവും പിടിച്ചൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകളും ഒന്ന് തിളങ്ങി. പ്രസാദം തൊട്ടു തരട്ടെ? ഒരു ചിരിയോടെ ചിത്ര ചോദിക്കുമ്പോൾ ഗൗരവത്തിൽ അവൻ്റെ മറുപടിയും വന്നിരുന്നു. വേണ്ട. അവൻ്റെ മറുപടിയിൽ അവർക്ക് ചെറിയ വിഷമം തോന്നിയെങ്കിലും ഒന്നും പറയാതെ ചിത്ര കാറിലേക്ക് കയറി. അവളെ നോക്കി ഒരു ചെറു ചിരിയോടെ അവനും കയറി.